ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. നിങ്ങളുടെ സ്വന്തം ഫുആദ് സാർ ആണ് അല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ പ്രാക്ടിക്കൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാം ആവാറായിട്ടുണ്ട് അല്ലേ, പ്രാക്ടിക്കലിന്റെ പബ്ലിക് എക്സാം ആവാറായിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ വരിക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ C++ന്റെ ഒരു പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് SQL അഥവാ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്കുണ്ട്. ഡാറ്റാബേസ് മാനേജ്മെന്റിന്റെ സോഫ്റ്റ്വെയർ ആണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക, എങ്ങനെയാണ് ഓരോ ക്വറീസ് എഴുതുക എന്നുള്ളതാണ് ഇന്ന് നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡന്റ് അല്ലെ. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വിത്ത് ദ ഫോളോയിങ് ഫീൽഡ്, അതിനെ കുറച്ച് ഫീൽഡുകൾ അല്ലെങ്കിൽ കോളംസ് ഏതൊക്കെയാണെന്നുള്ളത് താഴെ തന്നിട്ടുണ്ട്. And insert at least 5 records into the table. ഈ ഒരു ടേബിളിലേക്ക് മിനിമം 5 റെക്കോർഡെങ്കിലും ഇൻപുട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് താഴെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് അവിടെ തന്നിട്ടുള്ള കോളംസ് എന്നുള്ളത്. ഫസ്റ്റ് വൺ റോൾ നമ്പർ എന്ന് പറയുന്നതാണ്. ആൻഡ് അതിന്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ തന്നിട്ടുണ്ട്. ആൻഡ് അതിനെ പ്രൈമറി കീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് നെയിം എന്ന് പറയുന്ന കോളമാണ്. അതിൽ വാർക്കാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് തന്നിട്ടുണ്ട്. സൈസ് 25 തന്നിട്ടുണ്ട്. മൂന്നാമത് ബാച്ച് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കോളമാണ്. ആൻഡ് അതിന്റെ ഡാറ്റ ടൈപ്പ് വാർക്കാർ 15 എന്ന സൈസും തന്നിട്ടുണ്ട്. പിന്നീട് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 അത് മൂന്നും ഇൻറ്റിജർ ആണ്. ആൻഡ് അതുപോലെ തന്നെ ടോട്ടൽ കോളം അതും എന്താണ്, ഇൻറ്റിജർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വേണ്ട കോളംസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫിക്കലി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ SQL MySQL എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡാറ്റാബേസിനെ എൻറ്റയർലി മാനേജ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് MySQL നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെയാണ് ഡാറ്റകൾ ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. സോ ഫസ്റ്റ് നമുക്കറിയാം ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെ. ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയും. എന്നിട്ട് അതിനുള്ളിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ടേബിളിന്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ്, സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ് അല്ലെ. സോ നമ്മൾ എഴുതി ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് അല്ലെ. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ടേബിളിന്റെ പേര് അവിടെ എഴുതി വെച്ചു. ആൻഡ് പിന്നീട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൽ ഏതൊക്കെ കോളംസ് ഉണ്ട് എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. സോ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് കോളം റോൾ നമ്പർ ആണ്, അതിനെ ഇൻറ്റിജർ കീ ആയിട്ട് സെറ്റ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. സെക്കൻഡ് കോമ ആയിട്ട് നമ്മൾ എഴുതി നെയിം എന്ന് പറയുന്നതാണ്, അതിന്റെ ഡാറ്റ ടൈപ്പ് വാർക്കർ ആണ്, സൈസ് 25 കൊടുത്തു. പിന്നീട് നമ്മുടെ തേർഡ് കോളം എന്ന് പറയുന്നത് ബാച്ച് എന്ന് പറയുന്നതാണ്. ആൻഡ് അതിന്റെ ഡാറ്റ ടൈപ്പ് വാർക്കാർ ആണ്, അതിന്റെ സൈസും നമ്മൾ എന്ത് ചെയ്തു, 25 കൊടുത്തു. ഫോർത്ത് കോളം എന്ന് പറയുന്നത് മാർക്ക് 1 ആണ്, ഇൻറ്റിജർ കൊടുത്തു. മാർക്ക് 2 ഇൻറ്റിജർ കൊടുത്തു. ആൻഡ് മാർക്ക് 3 ഇൻറ്റിജർ കൊടുത്തു. ആൻഡ് ഓൾസോ നമ്മുടെ ടോട്ടൽ കോളം അതിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റിജർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ഡാറ്റ ടൈപ്പിലെ റോൾ നമ്പർ നെയിം കംപ്ലീറ്റ് കോളംസ് ആയിട്ടുള്ള അല്ലെ. ജസ്റ്റ് റോൾ നമ്പർ ഉണ്ടാവും, നെയിം ഉണ്ടാവും, ബാച്ച് ഉണ്ടാവും, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 ആൻഡ് അതുപോലെ തന്നെ ടോട്ടൽ എന്ന് പറയുന്ന കോളം വെച്ചിട്ട് ഒരു ടേബിളിന്റെ സ്ട്രക്ചർ അവിടെ എന്ത് ചെയ്ത് കിട്ടും, ക്രിയേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടേബിളിലോട്ട് നമ്മൾ ഒരു 5 വാല്യൂസ് മിനിമം ഒരു 5 വാല്യൂസ് എങ്കിലും ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യും. ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഇൻസേർട്ട് ഇൻടു എന്ന് പറയുന്ന കമാൻഡ് ആണ് അല്ലെ. സോ നമ്മൾ എഴുതും ഇൻസേർട്ട് ഇൻടു സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിലേക്ക് ഇൻപുട്ട് ചെയ്യണം. വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് ഇതും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഫസ്റ്റ് റോൾ നമ്പർ 1 ആണ്, 1 എന്ന് എഴുതി. സെക്കൻഡ് വണ് കുട്ടിയുടെ പേര് ഞാൻ അബി എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ കോഡ്സിൽ എഴുതി. തേർഡ് വണ് ബാച്ച് ആണ്, അത് സയൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതും ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ കോഡ്സിൽ എഴുതി. പിന്നെ മാർക്ക് ഫസ്റ്റ് മാർക്ക് 60 എഴുതി, സെക്കൻഡ് മാർക്ക് 70 എഴുതി, ആൻഡ് തേർഡ് മാർക്ക് 25 എഴുതി. ആൻഡ് ലാസ്റ്റ് ടോട്ടൽ കോളം നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ അവിടെ നൾ വാല്യൂയും കൊടുത്ത് അല്ലേ. സോ ഇത്ര എഴുതിയപ്പോൾ എന്തായി, അബി എന്ന് പറയുന്ന സ്റ്റുഡന്റിന്റെ ഒരു ഡാറ്റ ഇൻപുട്ട് ആയി. ഇതുപോലെ നമ്മൾ സെക്കൻഡ് സ്റ്റുഡന്റ് ബെന്നിന്റെ എഴുതി, തേർഡ് സ്റ്റുഡന്റ് അനീഷിന്റെ എഴുതി, ഫോർത്ത് സ്റ്റുഡന്റ് ആൻസറിന്റെ എഴുതി, ആൻഡ് ഫിഫ്ത്ത് സ്റ്റുഡന്റ് സുനിൽ അല്ലെ. ഈ 5 സ്റ്റുഡൻസിന്റെ ഒരു മിനിമം നമ്മളോട് 5 വാല്യൂസ് ആണ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു 5 വാല്യൂസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റാബേസ്. ഇനി ആ ഡാറ്റാബേസ് വ്യൂ ചെയ്യണം. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡാറ്റാബേസ് ഒന്നും നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിന് സെലക്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ഡാറ്റാബേസിനെ നമ്മൾ വ്യൂ ചെയ്യാൻ വേണ്ടി പോകണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തി, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്, സ്റ്റുഡൻസ് എന്ന് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ആ ഡാറ്റാബേസിനെ അവിടെ വ്യൂ ചെയ്തു അല്ലെ. സോ റോൾ നമ്പർ 1 വന്നിട്ടുണ്ട്, അബി എന്നാണ് പേര്, സയൻസ് ആണ് ബാച്ച്, 60, 70, 25 ടോട്ടൽ നള്ളാണ്. ആൻഡ് സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത്
ബെന്നി എന്നാണ് പേര്, സയൻസ് ആണ്, 70, 60, 55 ടോട്ടൽ വീണ്ടും നള്ളാണ്. സോ ഇങ്ങനെ ബെന്നിൻ്റെ എഴുതി, അനീഷിൻ്റെ എഴുതി, ആൻസറിൻ്റെ എഴുതി, അതുപോലെ തന്നെ സുനിലിൻ്റെത് 5 സ്റ്റുഡൻസിൻ്റെ ഡാറ്റ നമുക്ക് അവിടെ എന്തായി ഇതേപോലെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് എന്ന് പറയുന്ന കമാൻഡോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ്ലി നമുക്ക് ചെയ്യാനുണ്ടാവാം, നമുക്ക് കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യും. ആ സബ് ക്വസ്റ്റ്യൻസിന്റെ ക്വരീസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ഓരോന്നോരോന്നായിട്ട് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ അറൗണ്ട് ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, update the column total with the sum of mark 1, mark 2 and mark 3. അല്ലേ, നമ്മളിപ്പോൾ നോക്കിയ ടേബിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാൻ പറ്റും, ഈ ടോട്ടൽ എന്ന് പറയുന്ന കോളം നള്ളായി എടുക്കുകയാണ്, എം ടി ആയി എടുക്കുകയാണ്, അതിൽ വാല്യൂസ് ഒന്നും ഇല്ല. അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത് അല്ലേ, നൾ എന്ന് പറയുന്ന കോളത്തിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്ഡേറ്റ് ദ കോളം ടോട്ടൽ വിത്ത് ദ സം ഓഫ് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3. മാർക്ക് 1ന്റെയും മാർക്ക് 2ന്റെയും മാർക്ക് 3ന്റെയും സം വെച്ചിട്ട് ടോട്ടൽ എന്ന് പറയുന്ന കോളം എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാ, അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. നമ്മൾ എഴുതി അപ്ഡേറ്റ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്തു. സെറ്റ് ചെയ്യാൻ പോകണം എന്താണ്, ടോട്ടൽ എന്ന് പറയുന്ന കോളം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ടോട്ടൽ ഈക്വൽ ടു മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3. മാർക്ക് 1ഉം മാർക്ക് 2 മാർക്ക് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ എന്ന് പറയുന്ന കോളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് എന്ന് അറിയിക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ടോട്ടൽ കോളം കണ്ടോ, നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാൻ മതിയോ, ഈ ടോട്ടൽ എന്ന് പറയുന്ന കോളം ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടായിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത്, ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കൊമേഴ്സ് ബാച്ച്. അല്ലെ, കൊമേഴ്സ് ബാച്ച് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഇതാ സെലക്ട് എന്ന് പറയുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതി എന്താണ്, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് എന്ത് ചെയ്തു, സ്റ്റാർ ഫുൾ ഡാറ്റാസ് കാണാണ്. നമ്മൾ കണ്ടീഷൻ വെക്കുവാണ്, വേർ ബാച്ച് ഈക്വൽ ടു കൊമേഴ്സ് എന്ന് പറയുന്ന ഹെഡിങ് നമുക്കറിയാം, ബാച്ച് എന്നാണ് അതിന്റെ ഹെഡിങ് വരുന്നത്. സോ നമ്മൾ എഴുതി വേർ ബാച്ച് ഈക്വൽ ടു കൊമേഴ്സ് എന്ന് എഴുതിയില്ലേ, വേർ ബാച്ച് ഈസ് ഈക്വൽ ടു കൊമേഴ്സ് എന്ന് എഴുതി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റില്ല, റോൾ നമ്പർ 3 അനീഷ് കൊമേഴ്സ് ആണ്, റോൾ നമ്പർ 4 ആൻസറും കൊമേഴ്സ് ആണ്. ബാക്കിയുള്ളവരൊക്കെ സയൻസ് ആയതുകൊണ്ട് അവരുടെ ഡാറ്റ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, വ്യൂ ചെയ്യുന്നില്ല. കൊമേഴ്സിലുള്ള സ്റ്റുഡൻസിന്റെ ഡാറ്റാസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഡാറ്റ വ്യൂ ചെയ്യുന്നത് വിത്തിൻ എ ക്രൈറ്റീരിയ, ഒരു കണ്ടീഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഡാറ്റ വ്യൂ ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ടോട്ടൽ മാർക്ക് ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് ഫെയിൽഡ്. അല്ലെ, ടോട്ടൽ ലെസ് ദാൻ 90 ആരൊക്കെയാണ് ഫെയിൽഡ് ആയിട്ടുള്ളതാണ്. അവിടെ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ ലെസ് ദാൻ 90 ആണ്. സോ ഞാൻ എഴുതിയില്ലേ, സെലക്ട് നെയിം കോമ ടോട്ടൽ. അല്ലേ, നമ്മളൊരു നെയിമും ടോട്ടൽ മാർക്സ് മാത്രമേ പണ്ടുള്ളൂ. ഫ്രം സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ്. വേർ ടോട്ടൽ ലെസ് ദാൻ 90, ടോട്ടൽ ലെസ് ദാൻ എത്രയാണ്, 90 ആണ്. അത് വ്യൂ ചെയ്ത സമയത്ത് നമുക്കിവിടെ എം ടി സെറ്റ് എന്നാണ് കാണാൻ പറ്റുക. ബിക്കോസ് എന്താണ്, ടോട്ടൽ 90യുടെ താഴെയുള്ള ഒരു സ്റ്റുഡൻസും അവിടെ ഇല്ല, അതുകൊണ്ടാണ് അവിടെ എം ടി സെറ്റ് എന്ന് കാണുന്നത്. ഇനി ആർക്കെങ്കിലും ഡാറ്റാസ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്ത് ചെയ്യും, ആ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി അല്ല, അവരുടെ പേരും ടോട്ടൽ മാർക്കും നമുക്ക് താഴെ എന്ത് ചെയ്യും, വ്യൂ ചെയ്യും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ലേ, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ബാച്ച് ഓഫ് ദോസ് സ്റ്റുഡൻസ് ഹു സ്കോർഡ് 90 ഓർ മോർ ഇൻ മാർക്ക് 1 ആൻഡ് മാർക്ക് 2. മാർക്ക് 1ലും മാർക്ക് 2ലും 90നേക്കാൾ കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള സ്റ്റുഡൻസിന്റെ മാർക്ക് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്, അല്ലെങ്കിൽ വ്യൂ ചെയ്യാനാണ്. സോ വീണ്ടും നമ്മൾ എഴുതി സെലക്ട് നെയിം കോമ ബാച്ച്. എവിടുന്നാണ്, സെലക്ട് നെയിം കോമ ബാച്ച് ഫ്രം സ്റ്റുഡൻറ്. വേർ മാർക്ക് 1 ഗ്രേറ്റർ ദാൻ 90 ആൻഡ് മാർക്ക് 2 ഗ്രേറ്റർ ദാൻ 90. മാർക്ക് 1ഉം ഗ്രേറ്റർ ദാൻ 90 ആണ്, മാർക്ക് 2ഉം എന്താണ്, ഗ്രേറ്റർ ദാൻ 90 ആണ്. അല്ലെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എം ടി സെറ്റ് ആണ്. ബിക്കോസ് ഒരു സ്റ്റുഡൻസിനും എന്തില്ല, മാർക്ക് 1ലും മാർക്ക് 2ലും 90 അബോവ് മാർക്സ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ എം ടി സെറ്റ്സ് വന്നിട്ടുള്ളത്. ഇനി ഇൻ കേസ് അവർക്ക് 90 അബോവ് മാർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഫൈനലി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ഡിലീറ്റ് ദ സ്റ്റുഡൻസ് ഹു സ്കോർഡ് ബിലോ 30 ഇൻ മാർക്ക് 3. മാർക്ക് 3ല് 30ന്റെ താഴെ സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡാറ്റ ഒഴിവാക്കാനാണ് പറയുന്നത്. സ്റ്റുഡൻസിന്റെ ഡാറ്റ ഒഴിവാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഡിലീറ്റ് എന്ന് പറയുന്നതാണ്. സോ നമ്മൾ ഇത് ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. മാർക്ക് 3 ലെസ് ദാൻ 30. മാർക്ക് 3 എത്രയാണ്, ലെസ് ദാൻ 30 ആണ്. അപ്പോൾ അതെന്താക്കും, കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയണം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്, ഫുൾ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യും. നമുക്ക് കാണാൻ പറ്റും അല്ലേ, ബെന്നിയുടെ, അനീഷിന്റെ, ആൻസറിന്റെ, സുനിലിന്റെ. ഫസ്റ്റ് റോൾ നമ്പർ 1 എന്ന് പറയുന്ന സ്റ്റുഡന്റിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്ക് 3ല് ടോട്ടൽ
ലെസ് ദാൻ 30 കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ SQLന്റെ എൻറ്റയർ പ്രോഗ്രാംസും ചെയ്യുന്നത്. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ട് ഓരോ ക്വരീസും നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉഷാറായിട്ട് എഴുതാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.